എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിൻസ് വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് ഓപ്പൺ ആയ വേക്കൻസിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതെ, മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിൽ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് നഴ്സസിന്റെ വേക്കൻസിയാണ്. അപ്പൊ വേക്കൻസിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഇൻട്രോ പറഞ്ഞുകൊള്ളട്ടെ. ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടെങ്കിൽ മാത്രമേ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തുകയുള്ളൂ, അവർക്ക് ഇത് ഒരു ഉപകാരമായി തീരുകയുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പൊ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് നഴ്സസ് വേക്കൻസി ആണ്. അത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിലാണ് വേക്കൻസി ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പൊ ഒരുപാട് പേര് എന്നോട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിൽ എന്താ തൊട്ടടുപ്പിച്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. കാരണം ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് വേണം. നമുക്ക് ടീച്ചിങ് പ്രൊഫഷനെ കുറിച്ച് ഒരു വേക്കൻസി ആണെങ്കിൽ നമ്മുടെ കയ്യിൽ BEdോ ഡിഗ്രിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. എങ്കിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് ഒരു നഴ്സിംഗ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കയറി ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് IELTS ക്ലിയർ ചെയ്തിരിക്കണം, ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് വേണം, PCC വേണം, അതുപോലെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം. അല്ലാതെ ഡിഗ്രി BScയുടെയോ GNMAയുടെയോ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കൂടാതെ ഒരു എക്സ്ട്രാ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് കൂടി വേണം. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം സെറ്റ് ചെയ്തിരിക്കണം. വളരെ കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിലേക്ക് ഒരു 2 months 3 months കൂടുമ്പോൾ വീണ്ടും നഴ്സസിന്റെ വേക്കൻസി ഓപ്പൺ ആകുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോ ഞാൻ ഈ വേക്കൻസിയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് മോൾഡീവ്സിലേക്ക് നഴ്സായി വരാൻ താല്പര്യമുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സിന്റെ അവരെല്ലാം കയ്യിൽ സെറ്റ് ചെയ്ത് വെക്കുക. കാരണം ഈ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണവരുടെ കയ്യിൽ നിന്ന് മാത്രമാണ് ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും ഇന്റർവ്യൂവിന് കോൾ വരുന്നതും സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നതും. അപ്പൊ ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് എന്നും എവിടെയൊക്കെയാണ് വേക്കൻസി ഓപ്പൺ ആയിക്കണമെന്നും നമുക്ക് നോക്കാം. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നഴ്സസിന്റെ വേക്കൻസിക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ കമ്പൽസറി ആയിട്ടും വേണം. അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ആദ്യമേ തന്നെ വേണ്ടത് ഒരു കരിക്കുലം വിറ്റ ആണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുള്ള് പ്രിപ്പയർ ചെയ്ത ഒരു കരിക്കുലം വിറ്റ നിങ്ങളുടെ കയ്യിൽ കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം. അതിനുശേഷം ഫിൽഡ് പ്രീ രജിസ്ട്രേഷൻ ഫോം, ഇവിടെ വന്ന് നിങ്ങളൊരു ടെസ്റ്റ് എഴുതണം. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തതിന്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ഏത് ഹോസ്പിറ്റലിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഏതാണോ BSc ആണോ GNM ആണോ ആ സർട്ടിഫിക്കറ്റ്, പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, മാർക്ക് ലിസ്റ്റ് ട്രാൻസ്ക്രിപ്റ്റും കൂടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് പെർമനന്റ് ബേസിക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ലോക്കൽ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ദി കാൻഡിഡേറ്റ്. അതുപോലെ IELTS 5.5 അല്ലെങ്കിൽ OET CO ഉണ്ടായിരിക്കണം. പിന്നീട് വാലിഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഗുഡ് സ്റ്റാൻഡിംഗ് ആൻഡ് വെരിഫിക്കേഷൻ ഫ്രം നഴ്സിംഗ് കൗൺസിൽ, ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ വാലിഡ് PCC, അതൊരു PCC ക്ലിയർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ 2 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ആണ്. അത് 150 ബെഡിന്റെ ആണ് അവർ ചോദിക്കുന്നത്. 2 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുകൂടാതെ പാസ്പോർട്ട്. ഇത്രയും കമ്പൽസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണെന്നുള്ളത്. ഈ കാര്യങ്ങൾ, ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് മോൾഡീവ്സിലേക്ക് നഴ്സസിന്റെ വേക്കൻസിക്കായി ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നതാണ്. പിന്നെ സാലറി പാക്കേജിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നിങ്ങൾക്ക് 90 to 1,10,000 എന്നുള്ള രീതിയാണ് ഇവർ പറയുന്നത്. കാരണം ഇത് വേരി ചെയ്തിരിക്കും ഹോസ്പിറ്റലിൽ കിട്ടുന്ന അനുസരിച്ചിട്ട്. കാരണം ഹോസ്പിറ്റലിന്റെ ഓവർ ടൈമും അതിനെല്ലാം ബേസ് ചെയ്തൊക്കെയാണ് നിങ്ങളുടെ സാലറി പാക്കേജ് എന്നുള്ള ഒരു ക്രൈറ്റീരിയയിലേക്ക് പോകുന്നത്. അപ്പൊ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു 75,000 സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ്, പിന്നെ ഇന്റർവ്യൂവിന് സെലക്ടഡ് ആയാൽ ഈ പ്രോസസ്സ് പെട്ടെന്നായിരിക്കും. ഒരു 1 monthനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കയറിപ്പോരാനും പറ്റും. അപ്പൊ അങ്ങനെയാണ് നഴ്സസിന്റെ ഒരു വേക്കൻസിയുടെ ഇവിടെ റിപ്പോർട്ട് ചെയ്യണതും അവരുടെ പോസ്റ്റിംഗ് പെട്ടെന്നാണ് നടക്കാറുള്ളത് ടീച്ചേഴ്സിന്റെ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ.
പിന്നീട് മറ്റുള്ള അലവൻസ് എന്തൊക്കെയാണ് നിങ്ങൾ പലരും ചോദിക്കാറുണ്ടായിരുന്നു. നഴ്സസിന് സാലറി പാക്കേജ് കൂടാതെ കിട്ടുന്ന ഏതൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അത് മറ്റുള്ള എല്ലാ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ അണ്ടറിൽ വരുവാണെങ്കിലും നിങ്ങൾക്ക് ഫാമിലി സ്പൗസ് വിസ കിട്ടും, ഫാമിലി വിസ കിട്ടും. പക്ഷെ ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ഐലൻഡ് ആണ്. നിങ്ങളിപ്പോ കഴിഞ്ഞിടയ്ക്ക് എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു, എന്റെ ഹസ്ബൻഡിനെ കൂടെ കൊണ്ടുവന്നാൽ അവിടെ ജോലി റെഡിയാകും എന്നുള്ളത്. അത് വളരെ റെയർ ചാൻസ് ആണ്. കാരണം മോൾദീവ്സിൽ ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പാട്രിയേറ്റ്സിന് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടെ വന്ന സ്പൗസിന് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത്ര ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. കിട്ടുന്ന ഐലൻഡ് ഒക്കെ പോലെ ഇരിക്കും. ചാൻസസ് 1% ആണ്. നമുക്ക് ഫാമിലിയെ കൊണ്ടുവരാം, വിസിറ്റിങ്ങിന് കൊണ്ടുവരാം, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് നമ്മുടെ കൂടെ, പെർമനന്റ് വിസ അല്ല ഡിപ്പെൻഡന്റ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തിയൊക്കെ ചെയ്യാം. പക്ഷെ അവിടെ ജോബ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് ഒരു 1% മാത്രമാണ് ചാൻസസ് ഉള്ളത്. പിന്നെ UAEയോ അല്ലെങ്കിൽ സൗദി, അത് കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾ പോലെ അല്ല. ഇവിടെ ഫെസിലിറ്റീസ്, എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയാലും അതൊരു സേവിങ്സ് ആണ്. അപ്പൊ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോൾഡീവ്സ് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. അതല്ല, കൂടെ സോഷ്യൽ ലൈഫിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 2 ടൈംസ് നിങ്ങൾ ആലോചിക്കേണ്ടി വരും എങ്ങനെയാണെന്നുള്ളത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണത് ഒരുപാട് പേര് ഈ ഒരു സംശയം ചോദിച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ ഒട്ടും വൈകാതെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാവുന്നതാണ്. പിന്നെ ഏജൻസിയുടെ ഡീറ്റെയിൽസും പറഞ്ഞു തരാവുന്നതാണ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സോ സൈനിങ് ഓഫ്, ടേക്ക് കെയർ, ബൈ ബൈ.